നൂറ്റാണ്ടുകളായി കൈമാറി വന്ന പരമ്പരാഗത നെയ്ത്ത് രീതിയാണ് തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ നീലയൂർ കൈത്തറി മേഖലയ്ക്കുള്ളത്. കോട്ടൺ സാരികൾ നെയ്യുന്നതിൽ വിദഗ്ധരാണിവർ. കാണാം നീലയൂരിലെ നെയ്ത്ത് വിശേഷം. മധുര നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന നിലയൂർ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കൈത്തറി നെയ്ത്ത് കേന്ദ്രമാണ്. ഗ്രാമത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും നെയ്ത്താണ് ഉപജീവനമാർഗം. വൈവിധ്യമാർന്ന നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള തുണിത്തരങ്ങളാണ് ഇവിടെ നെയ്യുന്നത്. തിളക്കമുള്ളതും ഈട് നിൽക്കുന്നതുമായ കസവ് ബോർഡറുകൾ ചേർത്ത മുണ്ടുകളും സാരികളും ഇവരുടെ പ്രത്യേകതയാണ്. നിലയൂരിലെ നെയ്ത്തിന്റെ മറ്റൊരു പ്രത്യേകത മധുര സുങ്കിടി പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്നതാണ്. തുണിയിൽ ചെറിയ കെട്ടുകളിട്ട് ചായം മുക്കിയെടുക്കുന്ന ടൈ ആൻഡ് ഡൈ രീതിയാണ് പ്രധാനമായും പിന്തുടരുന്നത്. സാരികളിലും മുണ്ടുകളിലും പരമ്പരാഗതമായ ജാമിതീയ രൂപങ്ങൾ, പൂക്കൾ, മയിൽ തുടങ്ങിയവ നെയ്തെടുക്കുന്നതിൽ ഇവിടുത്തെ നെയ്ത്തുകാർ വിദഗ്ധരാണ്. പ്രകൃതിദത്തമായ ചായങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ള ഡൈയിങ് രീതികളും ഉപയോഗിക്കുന്നത് കൊണ്ട് നിലയൂർ തുണിത്തരങ്ങൾക്ക് പെട്ടെന്നൊന്നും നിറം മങ്ങിപ്പോകില്ല. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ നിലയൂർ കൈത്തറിക്ക് വിപണിയുണ്ട്. ഇതൊക്കെയാണെങ്കിലും വസ്ത്രങ്ങൾക്കുള്ള നിറവും പ്രൗഢിയും ഒന്നും ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതത്തിലില്ല. எங்களுக்கு சம்பளம் உயர்ந்தாதான் நமக்கு இந்த தொழில் பண்ண கொஞ்சம் இதாட்டா இருக்கும். Governments, both central and state governments, take steps to give loans with subsidy or without interest loan. That's why they give means we fulfill our needs and we get good life. ധാരാളം പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. നൂൽ, ചായം തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചെങ്കിലും തുണികൾക്ക് വില വർധനവുണ്ടായിട്ടില്ല. കുറഞ്ഞ ചിലവിൽ തുണി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രത്തറികൾ കൈത്തറി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.